നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ദിവീസ് ഡിവൈൻ വേൾഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം ശ്രീ കൊട്ടിയൂരപ്പനാണ്. മലബാറുകാരുടെ ഉത്സവം എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ഉത്സവത്തിന് തുടക്കമാവുകയാണ്. ജീവിതത്തിൽ നാം ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു അത്ഭുത ക്ഷേത്രമാണ് ശ്രീ കൊട്ടിയൂർ മഹാദേവൻ്റേത്. അവിടെ പോകാത്തവർ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ടതാണ്. പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന ഒരു അനുഭൂതിയാണ് ഇവിടെ എത്തുന്നവർക്ക് ലഭിക്കുന്നത്. കാരണം ജലത്തിലൂടെ വേണം ഇവിടെ പ്രദക്ഷിണം ചെയ്യാൻ. സാധാരണ ഒരു അമ്പലം പോലെയല്ല ഇവിടെയുള്ളത്. നിറയെ ജനങ്ങൾ ജലത്തിലൂടെ വന്ന് പ്രദക്ഷിണം ചെയ്തു വേണം ഭഗവാനെ തൊഴേണ്ടത്. അവിടെ ഓലമേഞ്ഞ കുടിലുകൾ ധാരാളമായി കാണാവുന്നതാണ്. ഈ ഉത്സവകാലത്ത് അവിടെയുള്ള മൂർത്തിയുടെ ചൈതന്യം വളരെയധികം കൂടുന്നു. അതിനാൽ തന്നെ പ്രത്യക്ഷത്തിലാണ് മഹാദേവന്റെ അനുഗ്രഹം. ഇവിടെ എത്തുന്നവരുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് സാധിക്കുന്നു. അവിടെ ആ മണ്ണിൽ കാല് കുത്തുന്നവരുടെ ആഗ്രഹങ്ങളെല്ലാം ഉടനെ സാധിക്കുന്നതായിട്ടാണ് അനുഭവ സാക്ഷ്യമുള്ളത്. ഈ വർഷത്തെ ഉത്സവം വരുന്നത് ജൂൺ 8 മുതൽ ജൂലൈ 4 വരെയാണ്. സ്ത്രീകൾക്ക് പ്രവേശനം വരുന്നത് ജൂൺ 10 ഭണ്ഡാര ശീവേലിക്ക് ശേഷവും ജൂൺ 30 ഉച്ച ശീവേലി വരെ മാത്രമാണ് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളത്. മഹാദേവൻ തൻ്റെ പത്നിയുടെ വിരഹവേദനയാൽ ദക്ഷനെ വധിക്കുന്നു. ദക്ഷന്റെ യാഗഭൂമിയാണ് ഇവിടം. ദക്ഷന്റെ പുത്രിയായ സതീദേവി ശിവനെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിൽ പ്രതിഷേധിച്ച് ദക്ഷൻ അവിടെ യാഗം നടത്തിയപ്പോൾ ശിവനെയും പത്നിയെയും മാത്രം ക്ഷണിക്കുന്നില്ല. എന്നാൽ തൻ്റെ പിതാവല്ലേ എന്ന് കരുതി സതീദേവി യാഗത്തിനെത്തുന്നു. പക്ഷേ സതീദേവിയെ അവിടെ അപമാനിക്കുകയാണ് ഉണ്ടായത്. ആ അപമാനം സഹിക്കവയ്യാതെ സതീദേവി അഗ്നിയിൽ ആത്മാഹുതി നടത്തുന്നു. ഈ വിരഹവേദന സഹിക്കാനാവാതെ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ദക്ഷനെ വധിക്കുകയാണ് ഉണ്ടായത്. ഈ വിരഹവേദന ഒരു പുരുഷനും ഒരു സ്ത്രീയും അനുഭവിക്കരുത് എന്നാണ് മഹാദേവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘസുമംഗലികളായ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും പ്രത്യക്ഷത്തിൽ അനുഗ്രഹം ലഭിക്കുന്ന ഒരു അമ്പലം തന്നെയാണ് ശ്രീ കൊട്ടിയൂരപ്പൻ്റേത്. അതുപോലെ തന്നെ നല്ല വിവാഹബന്ധം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഗുണം അച്ചിട്ടാണ്. നല്ല ദാമ്പത്യത്തിനും നല്ല വിവാഹബന്ധത്തിനും ഇവിടെ വന്ന് തൊഴുന്നത് അച്ചിട്ടാണ്. കൂടാതെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ സാധിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നാം എല്ലാവരും കൊട്ടിയൂരപ്പൻ്റെ അനുഗ്രഹത്തിനായി വന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. കണ്ണൂർ ജില്ലയിലാണ് കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നത് തലശ്ശേരിയാണ്. ഇത്രയും കാര്യങ്ങളാണ് കൊട്ടിയൂരപ്പനെ പറ്റി എനിക്ക് പറയാനുള്ളത്. പ്രത്യക്ഷത്തിൽ മഹാദേവന്റെ ചൈതന്യവും അനുഗ്രഹവും ലഭിക്കുന്ന ഇത്രയും ശക്തിമത്തായ ക്ഷേത്രം മലബാറുകാരുടെ തന്നെ ഒരു അഭിമാനമാണെന്നതിൽ സംശയമില്ല. ഇരുകര തൊട്ടാലെ ഇഹപര ജീവിത പുഴ നീന്തി കേറുവാനാകൂ. അക്കരെ കൊട്ടിയൂരപ്പനെ തൊഴുതാലെ ഇക്കരെ അപ്പനെ കാണാകൂ. ഇരുകര തൊട്ടാലെ ഇഹപര ജീവിത പുഴ നീന്തി കേറുവാനാകൂ. എല്ലാ ഭക്തജനങ്ങളെയും കൊട്ടിയൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.